All of you stand up. Good morning, children. All of you stand up. Hold your hands. Close your eyes. Prayer. God bless mommy. God bless daddy. And God bless everyone. Sit down. All of you take your textbook. സ്വരാക്ഷരങ്ങളൊക്കെ എല്ലാവർക്കും അറിയില്ലേ സ്വരാക്ഷരങ്ങളൊക്കെ? പ്രാവശ്യം പറയാം. സ്വരാക്ഷരങ്ങൾ ആ ആ ഇ ഈ ഉ ഊ ഋ എ ഐ ഓ ഔ അ. ഇനി നമ്മളിത് വായിച്ചതാണ്. എന്നാലും ഒരു പ്രാവശ്യം കൂടി കേട്ടോ. പേജ് നമ്പർ 75. എല്ലാവരും എടുക്കും പുസ്തകം. ഓ ഒട്ടകം, ഓ ഒട്ടകപ്പക്ഷി, ഓ ഒന്ന്, ഓ ഒരുമ, ഓ ഒച്ച്, ഓ ഓല, ഓ ഓന്ത്, ഓ ഓണം, ഓ ഓട്ടം, ഓ ഓറഞ്ച്. ഔ ഔഷധം, ഔ ഔഷണം, ഔ ഔൺസ്, ഔ ഔചിത്യം, ഔ ഔഷധി, അംബുജം, അംബരം, അംബ, അംബിക, അംശം. ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചു തന്നതാണ് നിങ്ങൾക്ക്. ഇനി എന്താണ് പുതിയതായിട്ട് പഠിക്കാൻ പോണത്? ഇനി വ്യഞ്ജനാക്ഷരങ്ങൾ. വ്യഞ്ജനാക്ഷരങ്ങളിൽ നമ്മൾ തുടങ്ങണത് കവർഗം. ക എന്നുള്ള അക്ഷരം തുടങ്ങുമ്പോൾ കവർഗം. ക ഉറക്കെ പറയണം എല്ലാവരും കേട്ടോ. ഖ, ഗ, ഘ, ങ. ഇനി ക എന്ന് തുടങ്ങുന്ന വാക്കുകൾ ഇവിടെ നോക്കി പറയാട്ടെ എല്ലാവരും. ക കരടി, കലം. ഖ മുഖം, നഖം. ഗ ഗണപതി, ഗദ. ഘ മേഘം, ഘടികാരം. ങ മൂങ്ങ, മാങ്ങ. അനി പറയണ പോലെ പറയണം കേട്ടോ എല്ലാവരും. അല്ല എല്ലാത്തിനും ഒരേ ശബ്ദമാവാൻ പാടില്ല. ക ഖ ഗ ഘ ങ അങ്ങനെ തന്നെ പറയണം. ഒരു പ്രാവശ്യം കൂടി ഞാൻ വായിച്ചു തരും, എല്ലാവരും ശ്രദ്ധിക്കുക. കണ്ടോ ഇവിടെ കൊടുത്തിരിക്കണു. ക ഖ ഗ ഘ ങ. ക കരടി, കലം. ഖ മുഖം, നഖം. ഗ ഗണപതി, ഗദ. ഘ മേഘം, ഘടികാരം. ഘടികാരം എന്ന് പറഞ്ഞാൽ എന്താ? ഉണ്ടോ? ക്ലോക്ക്, സമയം നോക്കാൻ ഉപയോഗിക്കുന്നത്. ങ മൂങ്ങ, ങ മാങ്ങ. നിങ്ങളോട് അസൈൻമെന്റിന് ഇങ്ങനെ ചോദിക്കും. എന്തെന്ന്? ക എന്ന് തുടങ്ങുന്ന 2 വാക്കുകൾ പറയാം. അതേപോലെ ഖ അങ്ങനെ എന്തിൽ നിന്ന് ഇടവിട്ട് ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്താ അങ്ങനെ വിചാരിക്കരുത്. ഇതിൽ പഠിച്ചിട്ട് ഇത് ഒരുപാട് പ്രാവശ്യം വായിച്ചാൽ നിങ്ങൾ ചോദിക്കുന്നതിനൊക്കെ ഉത്തരം പറയാൻ നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായോ? കുറേ പ്രാവശ്യം നിങ്ങളുടെ അമ്മമാരോട് ഇത് വായിച്ചു തരാൻ പറയണം. മനസ്സിലായോ? അപ്പം എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഇത്? കണ്ടോ നല്ല ഭംഗിയുള്ള പടങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നോക്കിയിട്ട് എല്ലാവരും ഈ വ്യഞ്ജനാക്ഷരങ്ങൾ പറയണം. വ്യഞ്ജനാക്ഷരങ്ങളിൽ കവർഗം അത് മാത്രമാണ് ഇപ്പം അഞ്ച് പഠിപ്പിക്കുന്നത്. മനസ്സിലായ? ഏതാണ് കവർഗം? ഒന്നുകൂടിയും പറയാം. ക ഖ ഗ ഘ ങ. കവർഗം. ക എന്ന് തുടങ്ങുന്നതുകൊണ്ടാണ് കവർഗം പറയുന്നത്. അപ്പൊ ക ഖ ഗ ഘ ങ കണ്ടോ ഇവിടെ കൊടുത്തിരിക്കണം. ഇത് വെച്ചിട്ട് എല്ലാ വാക്കുകളും പറഞ്ഞ് നല്ല കുട്ടികളായിട്ട് അത് പഠിക്കാം കേട്ടോ.
ഇനി എന്താണ്, നമുക്ക് കുണ്ടുണ്ണിമാരാരുടെ ഒരു പാട്ട് പാടിത്തരാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും, നല്ല പാട്ടാണ് കേട്ടത്. ഓൾ ഓഫ് യു സ്റ്റാൻഡ് അപ്പ്, എല്ലാവരും പാടും. കുണ്ടുണ്ണിമാരാര് ചെണ്ടായെടുത്തു, ചെണ്ട തൻ മണ്ടയ്ക്ക് രണ്ട് കൊടുത്തു. ഡിണ്ടകം ഡിണ്ടകം ചെണ്ട കരഞ്ഞു, മണ്ടന്റെ മാതിരി ചെണ്ട പിടഞ്ഞു. ചെണ്ടയ്ക്ക് നിത്യവും മണ്ടയ്ക്ക് കൊട്ട്, കുണ്ടുണ്ണിമാരാർക്ക് വീട്ടിൻ്റെ കെട്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ പൂരത്തിനൊക്കെ ചെണ്ട കൊട്ടണത്? ആ ചെണ്ടയുടെ മണ്ടയം എപ്പോഴും അടി കൊള്ളും. പക്ഷെ എന്താ, ചെണ്ടയ്ക്ക് എപ്പോഴും വേദന എടുക്കുക. മാരാർക്കോ ഇഷ്ടം പോലെ പൈസ കിട്ടും ചെണ്ട കൊട്ടുന്ന ആൾക്ക്, ഇല്ലേ? അതാണ് പാട്ട്. ഒന്നുകൂടി പാടാം. കുണ്ടുണ്ണിമാരാര് ചെണ്ടായെടുത്തു, ചെണ്ട തൻ മണ്ടയ്ക്ക് രണ്ട് കൊടുത്തു. ഡിണ്ടകം ഡിണ്ടകം ചെണ്ട കരഞ്ഞു, മണ്ടന്റെ മാതിരി ചെണ്ട പിടഞ്ഞു. ചെണ്ടയ്ക്ക് നിത്യവും മണ്ടയ്ക്ക് കൊട്ട്, കുണ്ടുണ്ണിമാരാർക്ക് നോട്ടിൻ്റെ കെട്ട്. ഇഷ്ടമായോ പാട്ട്? നമ്മൾ പഠിച്ച അക്ഷരങ്ങളൊക്കെ നോക്കണ്ട. ഏതൊക്കെ അക്ഷരങ്ങളാണ് പഠിച്ചത്? റാ, രാ, ത, ന, വ, ത, ദ. പിന്നെ നമ്മൾ പഠിച്ചത് ഇതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ആ പഠിച്ചില്ലേ? പിന്നെ ഒരു കാര്യം നിങ്ങളോടൊക്കെ പറയണ്ട, എല്ലാവരും യൂട്യൂബിൽ കാണണം ആൻറ്റിമാരുടെ ക്ലാസ്. എല്ലാ ക്ലാസ്സും പഠിക്കുന്നുണ്ട്, യൂട്യൂബിൽ ഇടുന്നുണ്ട്. നോക്കണില്ല, പലരും നോക്കണില്ല. കുറേ പേര് ആൻറ്റിക്ക് അയച്ചു തരാനുണ്ട്, അതൊക്കെ അയച്ചു തരണം. എല്ലാവരും യൂട്യൂബിൽ ക്ലാസ് കാണണം. ഓക്കെ, അപ്പം ആ പഠിച്ചില്ലേ? ഇനി ആ കഴിഞ്ഞ ഏതാണ് അടുത്ത അക്ഷരം? ആ എങ്ങനെ എഴുതാന്ന് ആൻറ്റി കാണിച്ചു തരാം. എല്ലാവരും നോക്കാം. ഗാന്നെഴുതി, റാന്നെഴുതി, രാന്നെഴുതി, ഇല്ലേ? ഇത് പെൻസിൽ എടുക്കാൻ പാടില്ല, അതിനൊരു വാല് വരും. എന്തായി? ആ പറയൂ. ആ എളുപ്പല്ലേ എഴുതാൻ? എല്ലാവർക്കും അറിയില്ലേ? ഇനി അതുപോലെ എന്ന് പഠിക്കണം. എന്നിട്ട് എല്ലാവരും നിങ്ങളുടെ ആ കോപ്പി ബുക്കിൽ ഉണ്ട് അക്ഷരദീപ്തി, അതിലൊക്കെ എഴുതണം. പിന്നെ എന്താ, സ്ലേറ്റിൽ എഴുതി പഠിക്കണം. നോട്ട്ബുക്ക് തന്നിട്ടില്ലേ നിങ്ങൾക്ക്, അതിലും നിങ്ങൾ എഴുതണം. നോക്കൂ എങ്ങനെ എഴുതുക? കണ്ടോ? കണ്ടോ എല്ലാവരും? വെച്ചിട്ട് നമ്മൾ എന്തൊക്കെ വാക്കുകളാണ് പഠിച്ചത്? അമ്മ, അച്ഛൻ, അട ഒക്കെ പഠിച്ചു. പിന്നെ വെച്ചിട്ടോ ആന, ആട്, ആമ പഠിച്ചതല്ലേ? അപ്പോൾ ആന്നും എല്ലാവരും എഴുതി. എല്ലാവർക്കും ആൻറ്റിയുടെ ക്ലാസ് ഇഷ്ടമായോ? അപ്പം യൂട്യൂബ് കാണാൻ മറക്കരുത്. യൂട്യൂബിൽ ആൻറ്റിമാരുടെ ക്ലാസ്സൊക്കെ കാണണം. ഓക്കെ, all of you stand up.
Thank you, children. Say thank you, Auntie. Bye.